നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. 10th പ്രിലിംസ് ഒരു ഘട്ടം കൂടി പരീക്ഷ വരാനിരിക്കുന്നു. കൂടാതെ VFAയുടെ പരീക്ഷ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പൊ VFAക്ക് വേണ്ടിയിട്ട് ഇനി മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കൂ. അപ്പൊ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 10th പ്രിലിംസ്, VFA, ബെഫ്കോ, LD മുതലായ പരീക്ഷകളെയാണ്. അപ്പൊ 40 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. കട്ട് ഓഫ് പറഞ്ഞേക്കാം, 35 മാർക്കാണ് കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ 35ഉം അതിന്റെ എബോവും നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങണം. 40ൽ 40ഉം വാങ്ങണം. 35ന് താപ്പോട്ട് പോകാൻ പാടില്ല എന്ന് മാത്രം. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് മസ്റ്റ് ആയിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം മോക്ക് ടെസ്റ്റ്. ഒരു പേപ്പറും പേനയും എടുത്ത് സെറ്റ് ആയിട്ട് ഇരുന്നോളൂ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യമായിട്ട് ആദ്യത്തെ ചോദ്യം ഇതാ പിടിച്ചോളൂ. താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾക്കൊള്ളാത്തവ കണ്ടെത്തുക. ഉൾപ്പെടാത്തവയാണ് 4 പ്രസ്താവനകൾ. എഴുതപ്പെട്ട ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ഭേദഗതി വരുത്തുവാൻ കഴിയാത്തതാണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഉൾക്കൊള്ളാത്തവയല്ലേ ചോദിച്ചേക്കുന്നത്. എഴുതപ്പെട്ട ഭരണഘടന ഉൾക്കൊള്ളുന്നതാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉൾക്കൊള്ളുന്നതാണ്. ഭേദഗതി വരുത്താൻ കഴിയത്തില്ലേ? കഴിയും. അപ്പൊ കഴിയാത്തത് എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ തെറ്റാണ്. ഏകമണ്ഡല നിയമനിർമ്മാണ സഭയല്ല, അതും തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഉൾക്കൊള്ളാത്തത് എന്ന് ചോദിച്ചാൽ തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, ഇവയൊന്നും അല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ്. പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF നിങ്ങൾക്ക് വേണോ? ടെലഗ്രാമിൽ ഇട്ട് തരണം എന്നുണ്ടെങ്കിൽ PDF താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. സച്ചിൻ, ഗാംഗുലി, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ. ഉത്തരം വിരാട് കോഹ്ലിയാണേ. വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്ത്? ലിയോ 14-മനാണോ? ജോൺ പോൾ 2-മനാണോ? ഫ്രാൻസിസ് മാർപ്പാപ്പയാണോ? ബെനഡിക്റ്റ് 16-മനാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ലിയോ 14-മനാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പമേല റൂക്സ് നിർമ്മിച്ച സിനിമ താഴെ പറയുന്നതിൽ ഏതാണ്? SCRT ഫാക്ട് ആണ്. പതേർ പാഞ്ചാലി, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ, ഇതൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ്. പമേല റൂക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. 5 ചോദ്യം കഴിഞ്ഞു. സെറ്റ് അല്ലേ? അടുത്തയിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം ഏത്? 1947, 1961, 1956, 1954. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഫ്രാൻസിന്റെ നിയന്ത്രണം 1954 ഉത്തരം. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന് കണ്ടെത്തുക. പോണ്ടിച്ചേരിയാണോ? ഗോവയാണോ? മാഹിയാണോ? യാനമാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലായിരുന്നത് ഏതാണ്? ഗോവയാണേ. ഗോവ. അടുത്ത ചോദ്യം. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈസി ചോദ്യം. ഫസൽ അലി, ജവഹർലാൽ നെഹ്റു, പോറ്റി ശ്രീരാമലു, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഫസൽ അലിയാണ്. ഫസൽ അലി.
അടുത്ത ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്കു വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെയാണോ, ബ്രിട്ടൻ ആണോ, അമേരിക്കയാണോ, സോവിയറ്റ് യൂണിയൻ ആണോ? റൂർക്കേല, ഒഡീഷ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഒഡീഷയിൽ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെന്റൻ കൂൾ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഇന്ത്യ, നേപ്പാൾ, ബ്രിട്ടൻ, ബർമ്മ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ബ്രിട്ടൻ ആണ്. കെന്റൻ കൂൾ ബ്രിട്ടൻ ആണ്. അടുത്ത ചോദ്യം, 10 ചോദ്യം കഴിഞ്ഞു. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയാര്? കൽപ്പന ചൗളയാണോ, സുനിത വില്യംസ് ആണോ, സെറീന ഗ്രാഫ് ആണോ, ബുച്ച് വിൽമോർ ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് തന്നെയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയമാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിക്കോളാം. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയം. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രമാണോ, അറ്റ്ലാന്റിക് സമുദ്രമാണോ, ഇന്ത്യൻ മഹാസമുദ്രമാണോ, ആർട്ടിക് സമുദ്രമാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ഐലൻഡ്സ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിന്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? വടക്കാണോ, തെക്കാണോ, കിഴക്കാണോ, പടിഞ്ഞാറാണോ? കേരളത്തിന്റെ ഏത്? ഉത്തരം പറഞ്ഞോട്ടെ. കേരളത്തിന്റെ കിഴക്കാണ് പടിഞ്ഞാറൻ ഘട്ടം. പടിഞ്ഞാറൻ ഘട്ടം അഥവാ പശ്ചിമഘട്ടം കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ നർമ്മദയാണോ, താപ്തിയാണോ, ഗോദാവരിയാണോ, കൃഷ്ണയാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വീതിയേറിയതും വലുതുമായ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഈസി ആയിട്ടുള്ള ചോദ്യമല്ലേ. പെരിയാർ വന്യജീവി സങ്കേതം, നെയ്യാർ വന്യജീവി സങ്കേതം, പറമ്പിക്കുളം, ഇടുക്കി? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞോട്ടെ, കമ്പനി LGSന്റെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണേ. ഇനി റിസൾട്ട് വന്നിട്ട് നോക്കാം, അല്ലെങ്കിൽ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരുന്നാൽ നിങ്ങളുടെ സമയം പൊക്കോണ്ടിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ടപ്പര പരീക്ഷയായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളാം. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളാം.
അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതി, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച പുതിയ മെയിൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ ബാച്ചാണ്. 1299 ഫീസ് വരുന്നത്. കമ്പനി LGS മെയിൻസ് ബാച്ച് ഫുൾ സിലബസ് കവറേജ് ആട്ടോ. അതായത് GK, സയൻസ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ CRT, പുതിയ CRT, NCRT എല്ലാം ഉണ്ടായിരിക്കും. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 17 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണോ, തമിഴ്നാടാണോ, ഗുജറാത്ത് ആണോ, ഉത്തർപ്രദേശ് ആണോ? ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ, കേരളമാണ് കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഓപ്ഷൻ കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കണ്ണൂർ. കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നദികളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. അപ്പൊ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. കേരളത്തിലെ 5 നദികൾ കിഴക്കോട്ടും 39 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിലെ 44 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അടുത്ത പ്രസ്താവന, കേരളത്തിലെ 4 നദികൾ കിഴക്കോട്ടും 40 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. നാലാമത്തെ പ്രസ്താവന, കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പൊ ശരിയായ പ്രസ്താവന കണ്ടെത്തിക്കൊള്ളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഓപ്ഷൻ ഡി. 3 നദികളാണ് ഈസ്റ്റ് ഫ്ലോയിങ്. 3 തിരിച്ചിട്ടാൽ E എന്ന് തന്നെ കിട്ടത്തില്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ ഓർത്തൂടെ. ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആര്? മലാല യൂസഫ്സായ്, ഗ്രേറ്റ തുൻബർഗ്, മറിയ കൊറീന മച്ചാഡോ, വ്ളാഡിമിർ സെലൻസ്കി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം മറീന കൊറീന മച്ചാഡോ ആണ് ഉത്തരം. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കേരളത്തിലെ ഏത് നഗരത്തിലാണ്? തിരുവനന്തപുരത്താണോ, കൊച്ചിയിലാണോ, കോഴിക്കോടാണോ, ആലപ്പുഴയാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കൊച്ചിയിലാണ് മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രധാനമായും ഈർപ്പം നൽകുന്നത് ഏത് സമുദ്രമാണ്? ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, കറുപ്പുകടൽ, ചെങ്കടൽ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ നഗരസഭകൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ജില്ലാ പഞ്ചായത്ത്, കേന്ദ്ര സർക്കാർ, ഗ്രാമപഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. നഗരസഭകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. സംസ്ഥാന സർക്കാർ. ഏത് സംസ്ഥാനത്തിൽ കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്? ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തരാഖണ്ഡ്. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ കൂടിയാണ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ബ്രസീൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ഇവയൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ. ബ്രസീലാണ് 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. താഴെ പറയുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാം, ത്രിപുര, മണിപ്പൂർ, ഗുജറാത്ത്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം മണിപ്പൂർ. മണിപ്പൂരിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്തത്. കേരളത്തിൽ
അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം പകർച്ചവ്യാധിയാണോ, മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണോ, മാലിന്യങ്ങളാണോ, ഭക്ഷണ മലിനീകരണമാണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ്? ആനോ, സിൻ, ഉഷ്ണരാശി, ചിത്തിര. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ആനോ എന്ന നോവലിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ബംഗ്ലാദേശ് ആണ്, ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാ? നെല്ല്, ഗോതമ്പ്, തെങ്ങ്, കുരുമുളക്. ഭക്ഷ്യവിളയാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരീര തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഉത്തരം എഴുതിക്കോളൂ. ക്യുലിബറിയം. ഏതാ? സെറിബെല്ലം ആണ്, സെറിബെല്ലം. ഓപ്ഷൻ ബി. എപ്പി കൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, മീൻ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ. ഉത്തരം എഴുതിക്കോളൂ. എപ്പി കൾച്ചർ തേനീച്ച വളർത്തലാണ്, തേനീച്ച വളർത്തൽ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാ? ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വൈറസ്. ഉത്തരം എഴുതിക്കോളൂ. മലേറിയ അഥവാ മലമ്പനി പ്രോട്ടോസോവയാണ്, പ്രോട്ടോസോവ. മുണ്ടകൻ കൃഷി ഏത് വിള എന്നറിയപ്പെടുന്നു? മുണ്ടകൻ ശരത്കാല വിളയാണോ, ശീതകാല വിളയാണോ, വേനൽക്കാല വിളയാണോ? ഇവയൊന്നും അല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ശീതകാല വിളയാണ്, ശീതകാല വിള. ചുവടെ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ ഏതൊക്കെയാ? കുഷ്ഠം, ക്ഷയം, മന്ത്, മലേറിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, നിപ്പ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഹീമോഫീലിയം, സിക്കിൾ സെൽ അനീമിയയുമാണ് ജനറ്റിക് ഡിസീസസ്. അടുത്ത ചോദ്യം, ജൈവ ഘടികാരമായി അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? തൈറോയിഡ് ആണോ, തൈമസ് ആണോ, പീയൂഷ ഗ്രന്ഥിയാണോ, പീനിയൽ ഗ്രന്ഥിയാണോ? ഉത്തരം എഴുതിക്കോളൂ. ബയോളജിക്കൽ ക്ലോക്ക് ഏതാ? പീനിയൽ ഗ്രന്ഥിയാണ്, പീനിയൽ ഗ്രന്ഥി. ആന്തരകർണത്തിലെ ശ്രവണത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? കോക്ലിയ, യൂട്രിക്കിൾ, സാക്യൂൾ, അർദ്ധവൃദ്ധാകാര കുഴലുകൾ. ഉത്തരം എഴുതിക്കോളൂ. കോക്ലിയയാണ്, ഒച്ചിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കോക്ലിയയാണ് ആന്തരകർണത്തിലെ ശ്രവണത്തിന് സഹായിക്കുന്ന ഭാഗം. അടുത്ത ചോദ്യം, ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാ? എ, സി, ഡി, കെ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ജീവകം സി ആണ് ജലത്തിൽ ലയിക്കുന്നത്. ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. എടക്ക് ADEK ആണ് ഏതിൽ ലയിക്കുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലാസ്റ്റ് ചോദ്യം, ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏത്? വർണ്ണാന്ധത, നിശാന്തത, തിമിരം, ഗ്ലോക്കോമ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, നിശാന്തതയാണ്, നിശാന്തത. ഓക്കെ, അപ്പൊ ഇത്രയാണ് 40 ചോദ്യങ്ങൾ. നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. 40ൽ 40 മാർക്കും കിട്ടിയവർക്ക് കൺഗ്രാജുലേഷൻസ്. ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പഠനം കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലാണ് ഈ ഒരു രീതി. ഇതിലും മികച്ച രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. 35 മാർക്കാണ് കട്ട് ഓഫ്. 35 എബോ കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. 35 ബിലോ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് കണ്ടെത്തി കൂടുതൽ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ പ്രിലിംസ് കഴിഞ്ഞ ആൾക്കാർ, കുട്ടികളെ, നിങ്ങൾ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിന് ഹർഷിതും എജുടെക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. കമ്പനി LGSന്റെ പുതിയ ബാച്ച് നമ്മൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഐശ്വര്യമായിട്ട് ആരംഭിക്കുന്നു. ഓക്കെ അല്ലേ? ഫസ്റ്റ് കമന്റ് നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടായിരിക്കും ആപ്പിന്റെ. അപ്പൊ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ. പിന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് എന്തായാലും കമന്റ് ചെയ്യുക. എനിക്കൊന്ന് വിലയിരുത്തണം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ PDF ടെലഗ്രാമിൽ വേണമെന്നുണ്ടെങ്കിൽ PDF എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.